രചന രാജീഷ് ഷാജി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. പ്രവാസ ജീവിതത്തിന്റെ 5 വർഷങ്ങൾ ഇന്ന് പൂർത്തിയായിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്ന് ഒരുപാട് ലക്ഷ്യങ്ങളോടെ ആയിരുന്നു. ഇന്ന് അതൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മനസ്സിനൊരു സമാധാനം. ഒരു കാര്യമൊഴികെ മറ്റെല്ലാം നേടി. തന്റെ അമ്മുവിനെ മാത്രം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ മറ്റുള്ള ലക്ഷ്യങ്ങൾ നേടിയപ്പോൾ തന്നെ ഒത്തിരി സ്നേഹിച്ച തന്റെ അമ്മുവിനെ തനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇത് പ്രതാപ് ചന്ദ്രൻ. പടിപ്പുര വീട്ടിൽ ചന്ദ്രന്റെയും മീനാക്ഷിയുടെയും 3 മക്കളിൽ മൂത്തയാൾ. പ്രതാപിന് താഴെ 2 അനിയത്തിമാരാണ്. ചന്ദ്രൻ കൃഷിപ്പണി ചെയ്താണ് കുടുംബം പോയിട്ടിരുന്നത്. എന്നാൽ ചന്ദ്രന്റെ പെട്ടെന്നുള്ള മരണം ആ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു. അമ്മയെയും അനിയത്തിമാരെയും നോക്കാൻ പ്രതാപന് 22-ാം വയസ്സിൽ കടലിടക്കേണ്ടി വന്നു. ഉള്ള സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി ആ അമ്മ മകനെ കൂട്ടുകാരന്റെ സഹായത്തോടെ ദുബായിലേക്ക് വിട്ടു. വീട്ടുകാരെ പിരിയുന്നതിനേക്കാൾ സങ്കടമായിരുന്നു അമ്മുവിനെ പിരിയുന്നത്. പക്ഷേ ജീവിതം തന്നെ മുന്നിൽ ചോദ്യചിഹ്നമായപ്പോൾ അതല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ മുതൽ കൂട്ടാണ് അമ്മുവുമായി. ചന്ദ്രന്റെ സുഹൃത്ത് ഗോവിന്ദന്റെ മകളാണ് അമ്മു. അനിയത്തിമാരുടെ പഠനത്തിനും അവരുടെ വിവാഹം നടത്താനും വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു പോകേണ്ടി വന്നതിൽ അവൻ വല്ലാതെ വേദനിച്ചു. പക്ഷേ മരണക്കിടക്കയിൽ വെച്ച് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. എല്ലാം നേടിയപ്പോൾ തന്റെ അമ്മുവിനെ മാത്രം തനിക്ക് നഷ്ടപ്പെട്ടു. താൻ ജീവന തുല്യം സ്നേഹിച്ചവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. അവളുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ആൾ വീട്ടിൽ പറഞ്ഞതാണ് ഒരാഴ്ചത്തേക്കെങ്കിലും വന്നിട്ട് പോവാൻ. തന്റെ അച്ഛനെ കണ്ട് സമ്മതം വാങ്ങി ഒരു താലി തന്റെ കഴുത്തിൽ ചാർത്തി തരാൻ. പക്ഷെ അപ്പോൾ താൻ ഒഴിഞ്ഞു മാറി. അനിയത്തിമാരുടെ വിവാഹം കഴിയാതെ ഏട്ടൻ വിവാഹം കഴിക്കുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് തന്നെ മറക്കണമെന്നും അച്ഛൻ കണ്ടുപിടിച്ച ആളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നും താൻ അവളോട് പറഞ്ഞു. അന്ന് അവൾ ഒത്തിരി കരഞ്ഞു. തന്നെ ഉപേക്ഷിക്കരുതെന്നും ഉണ്ണിയേട്ടനില്ലാതെ ജീവിക്കാനാവില്ലെന്നും അവൾ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും താൻ തന്റെ മനസ്സ് കല്ലാക്കി മാറ്റിയിരുന്നു. അവന്റെ മിഴികൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു തുളുമ്പി. അനിയത്തിമാരെ നന്നായി പഠിപ്പിച്ചു. അവരുടെ വിവാഹം നടത്തി. ഉണ്ടായിരുന്ന കടമൊക്കെ തീർത്തു. ഇനിയും വയ്യ ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടാൻ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലെത്തി. എയർപോർട്ടിൽ അവനെ പിക്ക് ചെയ്യാൻ ചങ്ക് കൂട്ടുകാരൻ മനു ഉണ്ടായിരുന്നു. അവനിപ്പോൾ തന്നോട് കുറച്ച് ദേഷ്യത്തിലാണ്. കാരണം അമ്മുവിന് വേണ്ടി അവൻ ഉണ്ണിയോട് സംസാരിച്ചിരുന്നു. പക്ഷെ തന്റെ ഫാമിലിയാണ് വലുതെന്ന് അന്ന് ഉണ്ണി പറഞ്ഞിരുന്നു. ഡാ, നിനക്ക് സുഖാണോ മനു? ഉണ്ണി ചോദിച്ചു. നീ എന്താണൊന്നും മിണ്ടാത്തേ? നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഏയ്, എനിക്കെന്തിനാ ദേഷ്യം? എൻ്റെ അവസ്ഥ എനിക്കറിയായിരുന്നില്ലേ? അമ്മു വേണ്ടുണ്ണി, ഇനി ആ ടോപ്പിക്ക് വേണ്ട. അതേം ക്ലോസ് ചെയ്തു. അവളെക്കുറിച്ച് ഓർത്താൽ തന്നെ എനിക്ക് വേദനയാണ്. അന്നെൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്ന അമ്മുവിൻ്റെ മുഖം മാത്രം മനസ്സിൽ. അവളിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എപ്പോഴും പറയാറുണ്ടല്ലോ മനുവേട്ടന് ഞാൻ സ്വന്തം പെങ്ങളാണെന്ന്. എന്നിട്ടെന്താ ഈ പെങ്ങൾക്ക് വേണ്ടി, പെങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തതെന്ന്. അവളുടെ ആ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുക. ഞാൻ വേണ്ടുണ്ണി, നിർത്ത്, ഇനി സംസാരിക്കണ്ട. ആ ഉണ്ണിയുടെ വീട്ടിലെത്തി. അമ്മയും സഹോദരിമാരും അളിയന്മാരും വളരെ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. മുറിയിൽ കയറിയപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി. തൻ്റെ അമ്മ പലപ്പോഴും ഈ മുറിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ മണിക്കൂറുകൾ സംസാരിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് വേദന തോന്നി. അവൻ കട്ടിലേക്ക് മറിഞ്ഞു. കണ്ണുകൾ മെല്ലെ മൂടി. കണ്ണടച്ചാൽ തന്റെ മുന്നിലേക്ക് ഉണ്ണിയേട്ട എന്ന് വിളിച്ച് ഓടി വരുന്ന അമ്മുവിന്റെ മുഖം മാത്രം. അവൻ തലയിണയിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് അനിയത്തിമാരും അളിയന്മാരും പോയത്. അളിയന്മാർ അവന് യുവാലോചനകൾ കൊണ്ടുവന്നു. എന്നാൽ അവൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. ഒരു ദിവസം അവൻ ഷോപ്പിങ്ങിനായ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി. എന്താണ് വേണ്ടത് സർ? ഒരു സെയിൽസ് ഗേൾ അവനോട് ചോദിച്ചു. മുണ്ടും ഷർട്ടും. അവൻ പറഞ്ഞു. ഓക്കെ സർ, വരൂ. അമൃത, മുണ്ടും ഷർട്ടും കാണിച്ചു കൊടുക്കും. ചെല്ലു സർ, അവിടെയാ. താങ്ക്സ്. അവൻ ആ പെൺകുട്ടി കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയി. ഏത് മെറ്റീരിയൽ ഷർട്ടാണ് സർ വേണ്ടത്? ചോദിച്ചതിന് ശേഷമാണ് അവൾ തലവുയർത്തി നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. ഒപ്പം അവനും. അമ്മു, അവൻ വിളിച്ചു. അവളവനിൽ നിന്ന് മുഖം തിരിച്ചു. സർ, ഏതാണ് വേണ്ടത്? അവളവനെ കണ്ട പരിചിതഭാവം പോലും കാണിച്ചില്ല. അത് ലൈറ്റ് ബ്ലൂ. അവൻ ഷെൽഫിലേക്ക് ചൂണ്ടി പറഞ്ഞു. അവൾ അവൻ പറഞ്ഞ ഡ്രസ്സ് എടുത്തു കൊടുത്തു. അതിന് മാച്ചായ മുണ്ടും എടുത്തു കൊടുത്തു. സർ, കൗണ്ടറിൽ പോയാൽ മതി, ഡ്രസ്സ് അവിടെ എത്തിക്കാം, അവൾ പറഞ്ഞു. പിന്നെ അവൾ അവനെ നോക്കിയതേയില്ല. അവൻ കൗണ്ടറിലേക്ക് പോയി. ഒരു പെൺകുട്ടി അവൻ സെലക്ട് ചെയ്ത ഡ്രസ്സുമായി വന്നു. അവൻ അമ്മുവിനെ അവിടേക്ക് നോക്കി. പക്ഷെ പിന്നെ അവളെ കണ്ടില്ല. വീട്ടിലേക്ക് പോകുന്ന വഴി അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവൻ ഡ്രസ്സ് സോഫയിലേക്ക് ഇട്ട് അടുക്കളയിലേക്ക് പോയി. അമ്മേ, അമ്മേ. എന്താ മോനെ, എന്തു പറ്റി? അമ്മേ, നമ്മുടെ അമ്മു ഇല്ലേ, ഗോവിന്ദ മാമയുടെ മകള്, അവളിപ്പോ എവിടെയാ? ഓ, അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന മോനെ ഭേദം. വീടൊഴിയുള്ളതൊക്കെ വിറ്റുപെറുക്കി ഗോവിന്ദൻ ആ പെങ്കൊച്ചിനെ ഒരു ഉദ്യോഗക്കാരൻ്റെ കൂടെ കെട്ടിച്ചയച്ചു. ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ ചെക്കൻ്റെ സ്വഭാവം മാറി. ആ പെങ്കൊച്ചിനെ പറഞ്ഞിട്ട് ഗോവിന്ദനോട് പണം വാങ്ങിച്ചെല്ലാം പറയും.
അവള് കേൾക്കില്ല. ഉള്ളതൊക്കെ വിറ്റുപറിക്കുക അച്ഛൻ എൻ്റെ കല്യാണം നടത്തിയെന്ന് പറയുമ്പോൾ അതിനെ തല്ലും. വീടുണ്ടല്ലോ, അത് പണയം വെച്ച് കാശ് കൊടുക്കാൻ പറയും. ആകെയുള്ള സമ്പാദ്യം ആ വീട് മാത്രമാണ്, അത് തരില്ലെന്ന് അവൾ പറയും. ഒരു ദിവസം മോളെ കാണാൻ ചെന്ന ഗോവിന്ദൻ കണ്ടത് അവൻ അവളെ തല്ലുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഇത്രയും നാൾ സഹിച്ചൊക്കെ ഗോവിന്ദൻ അറിയുന്നത്. തനിക്ക് എന്തെങ്കിലും പറ്റിയ മോള് തനിച്ചാവില്ലെന്ന് കരുതി ഗോവിന്ദൻ വീട് വിറ്റ് ആ കാശ് അവന് കൊടുത്തു. ഇനിയെങ്കിലും മോളെ കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. എന്നാൽ ആ കാശും കുടിച്ചും വലിച്ചവൻ നശിപ്പിച്ചു. അവളത് ചോദ്യം ചെയ്തപ്പോൾ അവളെ തല്ലിയൊരു പരുവാക്കി. ഗോവിന്ദൻ വാടക താമസിക്കുന്ന വീട്ടിലാക്കി അവൻ പോയി. മകളുടെ ദുരവസ്ഥ കണ്ട അന്ന് വീണതാ ഗോവിന്ദൻ. പിന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല ഇതുവരെ. ആ പെങ്കൊച്ച് പാവം ഒത്തിരി കഷ്ടപ്പെട്ടു. ഒടുവിൽ അതിനൊരു തുണിക്കടയിൽ ജോലി കിട്ടി. അവിടുന്ന് കിട്ടുന്നോണ്ടാ ഗോവിന്ദന്റെ ചികിത്സ ആ വീടും കഴിയുന്നേ. വീണ്ടും ഭർത്താവ് എന്ന അധികാരത്തിൽ അവൻ വരാനും അവിടുന്ന് ഓരോന്ന് എടുത്തുണ്ടാകാനും തുടങ്ങി. പാവം സഹിച്ച് വയ്യാണ്ടായപ്പോൾ അവള് ബന്ധം പിരിയാനുള്ള പേപ്പർ കൊടുത്തു. അവളുടെ അവസ്ഥ മനസ്സിലായ കോടതി അവളുടെ ആവശ്യം നടത്തി. ഇനി അവന്റെ ശല്യം ഉണ്ടായ അവനെതിരെ പരാതിപ്പെടാൻ കോടതി ഉത്തരവിട്ടു. അതിനുശേഷം പിന്നെ അവന്റെ ശല്യം ഉണ്ടായിട്ടില്ല. ഒക്കെ കേട്ട് അവന് തലവരിക്കുന്ന പോലെ തോന്നി. തന്റെ അമ്മുവെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതിയാണ് അവളോട് വിവാഹത്തിന് താൻ നിർബന്ധിച്ച്. പക്ഷെ അവൾ സന്തോഷത്തിന് പകരം വേദനിക്കേണ്ടി വന്നു. ഒക്കെ താൻ കാരണം. അന്ന് താൻ അവളുടെ സങ്കടം കണ്ടിരുന്നെങ്കിൽ, വീട്ടുകാരോടൊപ്പം അവൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവൾ തൻ്റെ ഒപ്പം ഉണ്ടായേനെ. അവൻ റൂമിലേക്ക് പോയി കട്ടിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. പിറ്റേന്ന് അവൻ മനുവിനെ കാണാൻ പോയി. ഡാ എൻ്റെ അമ്മു, അവൾ ഈ അവസ്ഥയിലാണ്, നീ എന്താണ് എന്നോട് പറയാഞ്ഞേ? നിന്റെ അമ്മോ? അവള് നിന്റെ ആരുമല്ലല്ലോ, പിന്നെ അവൾക്ക് എന്ത് പറ്റിയാൽ നിനക്കെന്താടാ? മനു അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. മനു പ്ലീസ്, ഞാനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക, നീ കൂടി. സോറിടാ, ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവള്. പലപ്പോഴും അവളുടെ സങ്കടം കണ്ട് നിസ്സായനായി നോക്കിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് അവളെ വേണം. ഇനി അവൾ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യടാ എനിക്ക്. ഡാ ഉണ്ണി, നീ എന്താ ഈ പറയുന്നത്? അവളൊരിക്കലും വിവാഹം കഴിച്ചാ നീയോ? അല്ലെങ്കിൽ അവളത് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അവള് സമ്മതിച്ചാൽ നിന്റെ വീട്ടുകാർ സമ്മതിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. ഇതുവരെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ആരൊക്കെ എതിർത്താലും ഞാൻ എൻ്റെ അമ്മുവിനെ സ്വന്തമാക്കിയിരിക്കും. ഡാ നീ സീരിയസ് ആണോ? ഇക്കാര്യത്തിൽ ഞാൻ തമാശ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ തീരുമാനം അതാണെങ്കിൽ നിന്നോടൊപ്പം എന്തിനും ഞാനുണ്ടാവും. മനു അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അടുത്ത ദിവസം അമ്മുവിൻ്റെ വീട്ടിലേക്ക് മനുവിനെയും കൂട്ടി ഉണ്ണി പോയി. അവിടെ ചെന്നപ്പോൾ ഡോറ് ചാരിയിട്ടേക്കുമായിരുന്നു. അവർ ഡോറ് മെല്ലെ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ഒരു മുറിയിൽ കിടക്കുന്ന ഗോവിന്ദനെ അവർ കണ്ടു. ഗോവിന്ദ മാമ, ഉണ്ണി വിളിച്ചു. ആ അല്ല, ഇതാരും ഉണ്ണിമോനോ? മോനെ എപ്പോൾ എത്തി നാട്ടില്? ഞാൻ കുറച്ചു ദിവസമായി മാമ. മോനെ എന്നോട് ക്ഷമിക്കടാ. അന്ന് എൻ്റെ മോള് പറഞ്ഞാ നിന്നെ മതിയെന്ന്. പക്ഷേ അന്ന് ഞാൻ അവളുടെ സങ്കടം കണ്ടില്ല. അന്ന് എൻ്റെ മോളുടെ ഇഷ്ടം നോക്കിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുട്ടി ഇത്രയ്ക്കും വേദനിക്കേണ്ടി വരില്ലായിരുന്നു. അയാൾക്ക് ഇതപ്പോടെ പറഞ്ഞുകൊണ്ട് പുറം കയ്യാലെ കണ്ണു തുടച്ചു. ഏയ് കരയില്ലേ മാമ, ഒന്നും മാമൻ്റെ തെറ്റല്ല, ഒക്കെ എൻ്റെ തെറ്റാ. അന്ന് ഞാൻ മാമനോട് അവളെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. അന്ന് ഞാൻ അവളുടെ സങ്കടം കണ്ടില്ല. എൻ്റെ വീട്ടുകാരെ മാത്രമേ ഓർത്തുള്ളൂ. ആ തെറ്റെനിക്ക് തിരുത്തണം. മാമൻ നിറഞ്ഞ മനസ്സോടെ അവൾ എനിക്ക് തരണം. മോനെ, എൻ്റെ മോള് അവള് രണ്ടാം കെട്ടുകാരിയാ. അവളെങ്ങനെയായാലും എനിക്കതൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ഇന്നും എൻ്റെ പഴയ അമ്മുവാ. മോനെ, ആ വൃദ്ധൻ അവൻ്റെ കൈ പിടിച്ച് മുഖത്തോട് ചേർത്ത് കരഞ്ഞു. അപ്പോഴാണ് അമ്മു ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുന്നവരെ കണ്ടപ്പോൾ അവൾ നിന്നു. ആ അമ്മോളെ, എന്താ മനു ഏട്ടാ? ചുമ്മാ ഇവനിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഉണ്ണി പറഞ്ഞു. ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നാ. അമ്മു അകത്തേക്ക് പോയി. ഡാ നീ ചെല്ല്, മനു ഉണ്ണിയോട് പറഞ്ഞു. ഉണ്ണി അമ്മുവിന്റെ പിന്നാലെ പോയി. അമ്മു, ആൾ മുറിയിൽ കയറി ഇതാവും വിളിച്ചു. എന്താ? അത് ഞാൻ ഒന്ന് കാണാൻ. എന്തിനാ? അമ്മു, എന്നെ ഒന്ന് നോയിക്കൂടെ നിനക്ക്? ആൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു. എന്തിനാ നിങ്ങൾ നോക്കുന്നേ? നിങ്ങൾ എൻ്റെ ആരാ? അമ്മു, എന്താ? എന്തിനാ വീടിനെ സങ്കടപ്പെടുത്താനായിട്ട്? ഞാൻ എങ്ങനെയും ജീവിച്ചു നോക്കോട്ടെ. എന്നോട് ആരും സാധാരണ കാണിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അമ്മു, ഒക്കെ എൻ്റെ തെറ്റാ. അന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ആരുടെയും തെറ്റല്ല, എൻ്റെ വിധി. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. പൊക്കോളൂ, ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്. അമ്മു, നീ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ പ്രതാപചന്ദ്രനൊരു ജീവിതം ഉണ്ടെങ്കിൽ അതെൻ്റെ പഴയ കളിക്കൂട്ടുകാരായി അമൃതക്കൊപ്പം മാത്രമായിരിക്കും. ആനോടെ മറുപടിക്കാക്കാ തിരിഞ്ഞടന്നു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഒരു രണ്ടാം കെട്ടുകാരിയെ കിട്ടിയുള്ളൂ നിനക്ക് ഭാര്യയാക്കാൻ. നിന്റെ സഹോദരിമാരും അളിയന്മാരും അറിഞ്ഞ അവർക്കൊക്കെ നാണക്കേടല്ലേ? എത്ര നല്ല നല്ല ആലോചനകൾ അവരെ കൊണ്ടുവന്ന്, എന്നിട്ടും ആ ഉരുമ്പൊട്ടോളം കിട്ടിയുള്ളൂ അവന്. അല്ലേലും നിന്നെ എന്തിനാ പറയുന്നേ? കണ്ണും കൈയും കാണിച്ച് നല്ല വീട്ടിലെ ചെക്കന്മാരെ വരുതിരാക്കാൻ നടക്കുന്ന ഓരോരുത്തികൾ കോണം പിടിക്കത്തില്ല അവളൊന്നും. അമ്മേ, എൻ്റെ അമ്മുവിനെ പറ്റി ഇനി ഒരു അക്ഷരം പറഞ്ഞാ എൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥം കാണിച്ചോണ്ടാ അവൾ നീ അവസ്ഥയിൽ.
അല്ലായിരുന്നെങ്കിൽ അവളിന്ന് എന്റെ ഭാര്യയായിട്ട് എന്റെ ഒപ്പം ഉണ്ടായേനെ. എനിക്ക് നിങ്ങളുടെ ഒന്നും സമ്മതം ആവശ്യമില്ലെങ്കിലോ? ഇതുവരെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചു, ഇനിയെങ്കിലും എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. ഏട്ടാ, ഞങ്ങൾ ഈ കേട്ടൊക്കെ ശരിയാണോ? ഓ, രാവിലെ തന്നെ എന്റെ അനിയത്തിമാരും അളിയന്മാരും ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ വാർത്ത അങ്ങെത്തിയല്ലേ? ഏട്ടൻ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങളെന്താ കേട്ട്? ഏട്ടനെന്താ ആ രണ്ടും കെട്ടുകാരി കല്യാണം കഴിക്കാൻ പോവാണോ? ആണെങ്കിൽ ഏട്ടൻ ഒരു നിമിഷമെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഓർത്തോ? കഴിഞ്ഞ 5 വർഷവും നിങ്ങളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടാ എനിക്ക് എന്റെ അമ്മുവിനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. ഇനി എനിക്കൊരു ബാധ്യതയുമില്ല. അതുകൊണ്ട് എന്തോ ആകാന്നാണോ? ഞങ്ങളുടെയും ഭർത്താക്കന്മാരുടെയും നിലവിനെ കളയാനാണോ ഏട്ടൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? ഞങ്ങൾക്ക് നാണക്കേണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ജീവിതം കിട്ടിയപ്പോ അത് ഉണ്ടാക്കി തന്ന ഏട്ടനിപ്പോ നിങ്ങൾക്ക് നാണക്കേടായല്ലേ? എന്താ എന്റെ അളിയന്മാർക്കൊന്നും പറയാനില്ലേ? ഇനി നിങ്ങളായിട്ട് കുറക്കണ്ട. ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാ ഞങ്ങളുടെ ഭാര്യമാര് പറഞ്ഞു. ഏട്ടൻ അഷ്ടിക്ക് വകയില്ലാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്നാലും സാരില്ല, പക്ഷെ രണ്ടാം കെട്ടുകാരി അതിവിടെ നടക്കില്ല. അത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഇതെന്റെ വീടാ, ഇവിടെ ഞാൻ പറയുന്നേ നടക്കൂ. അമ്മയുടെ പേരിലുള്ള വീട് തന്നെയാ, പക്ഷെ അതിന്റെ പിന്നിൽ എന്റെ വിയർപ്പ് അധ്വാനം ഉണ്ടെന്ന് അമ്മ മറന്നു. ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന എന്റെ കൂട്ടുകാരനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഒടുവിലെ കറിവേപ്പിലയെ ഞാൻ വലിച്ചെറിയപ്പെട്ടേക്കാന്ന്. അതുകൊണ്ട് എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും ഞാനൊരു നാണക്കേടാവണ്ട. ഇങ്ങനൊരു മകനുമായിട്ടും ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാൽ മതി. നിങ്ങളുടേതായ ഒന്നും ഞാനിവിടെ എടുത്തിട്ടില്ല, എന്റേത് മാത്രം. ഞാനിനി നിങ്ങൾക്ക് നാണക്കേടാവില്ല. അവൻ ആ വീടിന്റെ പടിയിറങ്ങി. ഉണ്ണി, ദാ ഉണ്ണി. വിളിക്കേണ്ടമ്മ, പൊക്കോട്ടെ. ആ തലതിരിച്ചവളെ വലുതെങ്കിൽ അവളുടെ കൂടെ കഷ്ടപ്പെട്ടെ. ഈ വീട്ടിലൊരു അവകാശം കൊടുക്കരുതമ്മേ. നാണക്കേണ്ടാക്കി ഇങ്ങനെ ഒരു ജന്മം. ദാ, എനിക്കറിയായിരുന്നു കാര്യം കണ്ടു കഴിയുമ്പോൾ നിന്നെ അവരെല്ലാം കൂടി പുറത്താക്കുന്നു. എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോ ആദ്യമൊന്നും ഞാനൊന്ന് വിശ്വസിച്ചില്ല മനു. പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങളും എന്റെ വീട്ടുകാർ ഓരോ കാര്യത്തിനായി പണം ചോദിക്കലായപ്പോ എനിക്ക് മനസ്സിലായൊക്കെ. അതാ എനിക്ക് വേണ്ടി കുറച്ച് സേവിങ്സ് ഉണ്ടാക്കിയത്. എത്രയും വേഗം ഒരു വീട് വാങ്ങണം. ആ വീട്ടിലേക്കാവണം എന്റെ അമ്മുവിനെ കൈപ്പിടിച്ച് കയറ്റേണ്ടത്. ദാ, അതിന് അവള് സമ്മതിക്കുമോ? സമ്മതിക്കും. ഗോവിന്ദമാമയുടെ സമ്മതം കിട്ടി. അത് മതി അവളെ എന്റേതാക്കാൻ. 2 ദിവസത്തിനുള്ളിൽ ആ നാട്ടിൽ തന്നെ ഒരു വീട് മനു അവനെ കാണിച്ചു. ഒരാഴ്ചക്കുള്ളിൽ വീടിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ അവനും മനുവും നേരെ പോയത് അമ്മുവിന്റെ വീട്ടിലേക്കാണ്. വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ അവൻ ഗോവിന്ദനോട് പറഞ്ഞു. ഓക്കെ കേട്ട് ഡോറിനരികിൽ നിൽക്കുകയായിരുന്നു അമ്മു. ഗോവിന്ദമാമ, ഞാൻ അമ്മുവിനെ കൊണ്ടുപോവാ, ഒപ്പം മാമനെയും. ഇനി നമ്മൾ ഒരുമിച്ച് നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നേ. ഓനെ, ആ വൃദ്ധൻ കരഞ്ഞുപോയി. ഏയ് കരയില്ലേ മാമേ. അമ്മു അകത്തേക്ക് പോയി. മനു, ഞാൻ അമ്മുവിനെ കാണട്ടെ. ശരിടാ. അടുക്കളയിലായിരുന്ന അമ്മുവിനരിയിലേക്ക് ഉണ്ണിപ്പോയി. അമ്മു, ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ലോ. ഞാൻ കൊണ്ടുവന്ന സാരി എടുത്തു പോവാ. അമ്പലത്തിൽ പോകണം, ഇന്ന് നമ്മുടെ കല്യാണമാണ്. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ വീട്ടുകാരോട് വഴക്കുണ്ടാക്കേണ്ടിയിരുന്നില്ല. ഇനിയൊരു ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വീട്ടുകാർ പറയുന്ന പോലെ നല്ല ഏതെങ്കിലും കുട്ടിയെ കിട്ടും. ഞാനൊരു രണ്ടാം കെട്ടുകാരിയാ. ഞാൻ നിങ്ങൾക്ക് ചേരില്ല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്. ഉണ്ണിയേട്ടാന്ന് വിളിച്ചിരുന്ന നീ ഇപ്പോ നിങ്ങളാക്കിയില്ല എന്നെ. അപ്പൊ നിന്റെ മനസ്സിൽ ഞാനിപ്പോ അത്രയേ ഉള്ളല്ലേ. ഒരിക്കലും എൻ്റെ ജീവന തുല്യം സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളെ. പക്ഷെ ഇപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഇപ്പം അങ്ങനെ വികാരം എൻ്റെ മനസ്സിലില്ല. നിങ്ങൾ പൊക്കോളൂ. ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നീ ഉണ്ടാവും. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അല്ലേ? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എന്റെ മുഖത്ത് നോക്കി പറയാമോ നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലെന്ന്? അമ്മു നിന്നോടാ ചോദിച്ച്. അമ്മു അവൻ ആൾക്കടുത്തേക്ക് പോയി അവിടെ ഇരുതോളം പിടിച്ച് കുലുക്കി ചോദിച്ചു. പറയ്, നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. ഇല്ല ഇല്ല ഇല്ല. ഇല്ല അല്ലേ? നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലേ? നിന്റെ മനസ്സിൽ ഞാനില്ല അല്ലേ? കള്ള നീ പറയുന്നത്, പച്ചക്കള്ളം. നിന്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഈ ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ ഈ ഉണ്ണിയേട്ടൻ മാത്രം. ഇല്ല, അതെ, ഈ എന്നെ മാത്രമേ നീ സ്നേഹിച്ചിട്ടുള്ളൂ. അവൾ വാപ്പത്തി മുറിയിലേക്ക് ഓടി. അവൻ അവൾക്ക് പിന്നാലെ പോയി. കട്ടിലിരുന്ന് കരയുന്ന അവളെ കണ്ട് അവന് വേദന തോന്നി. അവൻ ഡോറടച്ച് അവൾക്കടുത്തേക്ക് പോയി. അമ്മു. അവൻ അവൾക്കരികിലിരുന്ന് അവളുടെ തോളിൽ പിടിച്ചു. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവളുടെ കരഞ്ഞിറങ്ങിയ കണ്ണുകളിൽ അധരങ്ങൾ ചേർത്തു. അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. അവളെ തന്നെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് തലോടി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് കിടന്നു. അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അങ്ങനെയൊന്ന് സകല ഈശ്വരന്മാരെയും സാക്ഷിയാക്കി അവൻ അവളുടെ കഴുത്തിൽ ആലിലത്താലി ചാർത്തി. അവന്റെ കയ്യാലെ അവളുടെ സീമന്തരേഖ ചുവന്നപ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അങ്ങനെ ഉണ്ണി വാങ്ങിയ പുതിയ വീട്ടിൽ അവനോടൊപ്പം അവന്റെ കൈയും പിടിച്ച് നിലവിളക്കുമേന്തി വലതുകാല് വെച്ച് അവൾ കയറി. അവളുടെ കയ്യാൽ ആ വീടിന്റെ പാലുകാച്ചൽ നടന്നു. എല്ലാത്തിനും സാക്ഷിയായി അവരോടൊപ്പം മനു ഉണ്ടായിരുന്നു. ഒപ്പം ആ വീട്ടിലെ കാരണവരായി അവിടെ ഒരിടത്ത് ഗോവിന്ദനെ അവരിരുത്തി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മനു വീട്ടിലേക്ക് പോയി. ഗോവിന്ദനെ അവർ അവിടുത്തെ ഒരു മുറിയിൽ കിടത്തി. രാത്രി ഗോവിന്ദന് ആഹാരം കൊടുത്ത് അവരും ഭക്ഷണം കഴിച്ച ശേഷം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന തിരക്കിലായിരുന്നു അമ്മു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഉണ്ണി വന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവളെ പിന്നിലൂടെ അവൻ കെട്ടിപ്പിടിച്ചു. ആ ഉണ്ണിയേട്ടാ. എന്താടി?
ഞാൻ ഈ പാത്രം ഒന്ന് കഴുകിക്കോട്ടെ. അതൊക്കെ പിന്നെ കഴുകാം, നീ വന്നേ പെണ്ണേ. ഉണ്ണിയേട്ടാ വാ പെണ്ണേ. അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. ഡോർ ലോക്ക് ചെയ്ത് അവളുമായി ബെഡിലിരുന്നു. അമ്മൂസേ, ഞാൻ ഇന്ന് എന്ത് സന്തോഷവാനാന്നറിയാം നിനക്ക്. ഒരിക്കലും നിന്നെ എനിക്ക് കിട്ടുമെന്ന് കരുതിയതല്ല. എന്നാൽ ഇന്ന് നീ എന്നെ മാത്രം സ്വന്തമായിരിക്കുന്നു. ഈ ഉണ്ണിയുടെ മാത്രം അമ്മുവായി. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ അമർത്തി മുത്തി. അവൾ കണ്ണുകളടച്ചു. ഉണ്ണിയേട്ടാ, ഞാനും കരുതിയതിലൊന്നും ഉണ്ണിയേട്ടനെ എന്നേക്കായി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയേ. ഇനി ഒരിക്കലും സന്തോഷകരമായ ജീവിതം കിട്ടുമെന്ന് തോന്നിയില്ല. പക്ഷേ ഈശ്വരൻ എന്നെ കൈവിട്ടില്ല. സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല എനിക്ക് ഉണ്ണിയേട്ടനെ വീണ്ടും കാണാൻ കഴിയുന്നോ, ഇങ്ങനെ ഈ അരികിലിരിക്കാൻ കഴിയുന്നോ. എല്ലാവരും സ്വപ്നം പോലെ തോന്നുക. ഒന്നും സ്വപ്നമല്ല മോളെ, സത്യമാ. അവനവളെ തന്നെ മാറോട് ചേർത്തു. അവളവനെ നെഞ്ചോട് ചേർന്നു. അവനവളുടെ പുറത്ത് തലോടി. എപ്പോഴും അവന് സ്വയം നഷ്ടപ്പെടുന്നതായി തോന്നി. അവനവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. അവളവൻ്റെ പുറത്ത് കയ്യമർത്തി. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലൂടെ ഓടി നടന്നു. അവളുടെ മുഖം മുഴുവൻ അവൻ്റെ ചുംബനങ്ങളാൽ മൂടി. അവളുടെ ചുണ്ടിൽ മെല്ലെ ഉമ്മ വെച്ചു. അവളുടെ ചുവന്ന അധരങ്ങൾ അവനെ മാടി വിളിക്കുന്നതായി അവന് തോന്നി. അവൻ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ തൻ്റെ അധരങ്ങൾ പിൻവലിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. ഇരുവരും തങ്ങളുടെ നല്ല നാളേക്കായുള്ള മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട് നിദ്രയെ പുൽകി.